അസ്സലാമു അലൈക്കും. രണ്ടാം ക്ലാസ്സിലെ സ്നേഹനിധികളായ കുട്ടികളെ, നിങ്ങളെ പുസ്തകമൊക്കെ മാറില്ലേ? എന്നാലേ നിങ്ങൾക്ക് പുതിയതായി വളരെ ഉഷാറാക്കി ഉണ്ടാക്കിയ ഫിഖിൻ്റെ അരക്കൊല പരീക്ഷകളുടെ മോഡൽ പേപ്പർ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നാലോ? നിങ്ങൾ ഉഷാറായിട്ട് കേട്ട് പഠിച്ചാൽ പരീക്ഷ നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് വളരെ ഈസി ആവും. നിങ്ങൾ ആദ്യം തന്നെ എല്ലാ മഹാന്മാരും കരുതി ഫാത്തിഹയൊക്കെ ഓതി പേര് എഴുതിയിട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് തുടക്കത്തിലേ യോജിച്ചവ ചേർക്കാനുണ്ടാവും. നമുക്ക് നോക്കിയാലോ? നമുക്കിവിടെ ബ്രാക്കറ്റിൽ 5 ഓപ്ഷൻസ് ഉണ്ട് അല്ലേ? നമുക്ക് ഓരോന്നും നോക്കാം. ഒന്നിൽ ഒന്നെന്താ അഥവാ യോജിപ്പിക്കാൻ ഒന്നാമത്തത് എന്താ? ഇഖാമത്ത് മാത്രമാണ് സുന്നത്ത്. അതിൽ ആർക്കാ ഇഖാമത്ത് മാത്രം? സ്ത്രീകൾക്ക് അല്ലേ? ഓപ്ഷൻസിൽ മൂന്നാമത്തത് എന്നല്ലേ? സ്ത്രീകൾക്ക് അല്ലേ? പെണ്ണുങ്ങൾക്ക് ഇഖാമത്ത് മാത്രമാണ് നിസ്കാരത്തിൽ സുന്നത്ത് അല്ലേ? അപ്പോൾ അത് ആലോചിച്ച് കൃത്യമായിട്ട് അവിടെ എഴുതി കൊടുക്കണം കേട്ടോ. ഇനി ഒന്നിൽ 2 ഫാത്തിഹയുടെ അവസാനത്തിൽ നമ്മൾ എന്താ പറയുക? ആമീൻ പറയുക അല്ലേ? അത് ഓപ്ഷൻസിൽ എത്രാമത്തതാണ്? 5-മത്തതാണ് അല്ലേ? അത് കൃത്യമായിട്ട് അവിടെ എഴുതി കൊടുക്കണം കേട്ടോ. ഇനി മൂന്നാമത്തത് ഫാത്തിഹയ്ക്ക് ശേഷം വീണ്ടും ഞാൻ വായിച്ചു. ഫാത്തിഹയ്ക്ക് ശേഷം നമ്മൾ എന്താ ഓതുക? സൂറത്തല്ലേ ഓതുക അല്ലേ? സൂറത്ത് ഓതുക. ഓപ്ഷൻസിൽ അത് ഒന്നാമതുണ്ട്. നിങ്ങൾ വിരൽ വെച്ചോ, കണ്ടുകണോ അല്ലേ? നിങ്ങളെല്ലാവരും നിസ്കരിച്ചുമ്പോൾ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഓതാറല്ലേ? ഇൻഷാ അല്ലാഹ്. ഇനി 4-മത്തത് തല തടവുക. നമ്മളെപ്പോഴാണ് തല തടവുക? ഓപ്ഷൻസ് നോക്കി. വുളൂഇൽ എന്ന് കണ്ട നിങ്ങൾ? 4-മതായിട്ട് വുളൂഇൽ അല്ലേ? വുളൂഇൽ നമ്മൾ തല തടവും അല്ലേ? അത് വുളൂഇൻ്റെ ഫർളിൽ പെട്ടതല്ലേ? ഓക്കെ. ഇനി 5-മത്തത് തുമഇനീനത്ത് അഥവാ ഒന്ന് അടങ്ങി താമസിക്കൽ, ഒന്ന് അടങ്ങി നിൽക്കൽ. അത് നമുക്ക് എവിടെ വേണ്ടി വരിക? 2-മത്തെ ഓപ്ഷൻ കണ്ട നിങ്ങൾ? ഇഗ്തിദാലിൽ അല്ലേ? നമ്മൾ റുക്കൂ ചെയ്തിട്ട് സുജൂദിൻ്റെ ഇടയിൽ നമ്മളൊന്ന് നിവർന്ന് നിൽക്കൂലേ? അതിനല്ലേ നമ്മൾ ഇഗ്തിദാൽ എന്ന് പറയാം. അവിടെ ഒന്ന് നമ്മളൊന്ന് അടങ്ങി നിൽക്കണം. അതിൻ്റെ ഇടയിൽ നമ്മൾ കാറിൻ്റെ ചില്ലുമെന്ന് വെള്ളം പോകാൻ വേണ്ടി വൈപ്പർ ആട്ടണമാരിങ്ങനെ ആട്ടിയാൽ ആ ഇഗ്തിദാൽ ശരിയാവില്ല. നമ്മൾ അവിടെ ഒന്ന് അടങ്ങി നിൽക്കണം അല്ലേ? അതിനാണ് തുമഅനീനത്ത് എന്ന് പറയാം അല്ലേ? ഓക്കെ. അപ്പോൾ 5 നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതുപോലെ നമ്മൾ ആലോചിച്ച് ശ്രദ്ധിച്ച് ഉത്തരം ചെയ്ത് കേട്ടോ. നിങ്ങൾ വളരെ സിമ്പിളായിരിക്കും. ഇങ്ങനെ ഒന്ന് ആലോചിക്കാൻ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇനി നമുക്ക് മക്കളെ 2-മത്തേക്ക് കടക്കുക. നമ്മൾ കള്ളികൾ പൂർത്തിയാക്കാനാണ് കേട്ടോ. നമുക്ക് സുഖമായിട്ട് കിട്ടും. നമുക്കേ മക്കളെ സുബ്ഹ് ബാങ്കിൻ്റെ വചനങ്ങളാണ് അവിടെ കൊടുക്കാനുള്ളത്. സുബ്ഹ് ബാങ്കിൽ ചെല്ലാനുള്ളത് കേട്ടോ. ഏത് മുതലാണെന്നോ? ആദ്യം മുതലൊന്നും വേണ്ട. ഹയ്യ അലസ്വല അവിടെ മുതലാണ് നമുക്ക് ചേർത്താനുള്ളത്. അഥവാ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ഇതിന് ശേഷമല്ലേ ഹയ്യ അലസ്വലാ എന്ന് നമ്മൾ പറയാറുള്ളത് ബാങ്കിൽ? നിങ്ങൾ പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടിട്ടില്ലേ? അത് മുതലുള്ളതാണ് നമുക്കിവിടെ പൂരിപ്പിക്കാനുള്ളത്. നമുക്ക് നോക്കാം. പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ? സുബ്ഹ് ബാങ്കിൻ്റെ വാക്കുകളാണ് നമ്മളവിടെ ചേർത്തി കൊടുക്കാനുള്ളത് അല്ലേ? അതുകൊണ്ട് തന്നെ സാധാരണ ബാങ്കിലുള്ളത് പോരാ അല്ലേ? നമുക്ക് നോക്കാം, ബേജാറാണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരെ ഒന്ന് ചൊല്ലി നോക്കാം. ഹയ്യ അലസ്സലാഹ്. അവിടെ നിർത്തുമ്പോൾ ഒരു താവിടെ ഉണ്ടെങ്കിലും വെച്ചിട്ടാണ് നമ്മൾ നിർത്തേണ്ടത്. 2 വട്ടം പറയും അല്ലേ? എങ്ങനെ വീണ്ടും നമ്മൾ പറയാം, ഒന്നും കൂടി നീട്ടിയാണ്ട്. ഹയ്യ അലസ്സലാഹ്. അതിന് ശേഷം നമ്മളെന്താ പറയുക? ഹയ്യ അലൽ ഫലാഹ്. ഹയ്യ അലൽ ഫലാഹ്. ഹ ആണ് കേട്ടോ. ഹയ്യ അലസ്വലാഹ് എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിലേക്ക് വരൂ എന്ന് ആൾക്കാരോട് ഇങ്ങനെ വിളിച്ചു പറയാണ്. അതിന് ശേഷമുള്ളതാണ് ഈ ഹയ്യ അലൽ ഫലാഹ്. വിജയത്തിലേക്ക് വരൂ എന്നാണ് പറയുന്നത്. ഫലാഹ് എന്ന് പറഞ്ഞാൽ വിജയം. ഫലാഹ് മാറരുത് കേട്ടോ. 2 ഹാത്താ ആണ് എന്ന് കരുതരുത്. അഥവാ മക്കളെ അവിടെ ഫലാഹ് എന്ന് നമ്മൾ പറയരുത് കേട്ടോ. ഓക്കെ. ഇനി നമുക്ക് അതിന് ശേഷമുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്. അതിന് ശേഷം നമ്മൾ ചെല്ലാനുള്ളതേ സുബ്ഹ് ബാങ്കിൽ മാത്രമേ ഉള്ളൂ. അതെന്താ? അസ്സലാത്തു ഖൈറും മിനൻ നൗം. ഞാൻ പതുക്കെ കൊടുക്കണോണ്ടേ വലിയ രസമൊന്നും ഉണ്ടാവില്ല. എന്നാലും നിങ്ങൾ പള്ളിയിൽ നിന്ന് കേട്ട് പരിചയിച്ചിട്ടുണ്ടാവുമല്ലോ. അതാ സുബഹിൻ്റെ സമയത്ത് നിങ്ങൾ ഉറങ്ങിയേക്കൂലേ? സാരല്ല, എന്നാലും പള്ളിയിൽ നിന്ന് ചെല്ലണം. അതേപോലെ തന്നെ ഞാനൊന്ന് ചൊല്ലി കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ്. അതെങ്ങനെ നമ്മൾ ഒറ്റ വാക്കായിട്ട് പറഞ്ഞാലോ? അസ്വലാത്തു ഖൈറും. ഖാഇന് ഫത്ഹ്, യാഇന് സുക്കൂന്, റാഇന് തൻവീൻ ദമ്മ. ഖൈറും മിന
തെൻവീൻ ശേഷം മീമ് വന്നു. അപ്പോൾ ഇത് ഒന്നിൻ്റെ പോലെ ഖൈറും മിന അസ്വലാത്തു ഖൈറും മിനന്നൗം. മിനന്നൗം എന്ന് പറയുമ്പോൾ അലിഫ് ലാമ് നൂന്, അഥവാ മിനൽ നൗം എന്ന് നമ്മൾ പറയരുത്, എഴുതരുത്. കാരണം നൂന് എന്താണ്, ശംസീയായ അക്ഷരമാണ് എന്ന് പറയും. അത് നിങ്ങൾ കേട്ടുകയാവും. ഏതായാലും അവിടെ എന്ത് വേണ്ട, മിനൽ നൗം എന്ന് പറയരുത് മക്കളെ. മിനൻ നൗം അഥവാ ലാമിന് അവിടെ സുക്കൂൻ ഇട്ട് കൊടുക്കരുത് കേട്ടോ. അലിഫ് ലാമ് നൂന് ഇട്ടാൽ മതി. നിങ്ങൾ എന്ത് ചെയ്യരുത്, ലാമിന് അവിടെ ഹർക്കത്തോ സുക്കൂനൊന്നും ഇടണ്ട. അസ്വലാത്തു ഖൈറും മിനൻ നൗം. നൗം എന്ന് കേട്ടുകൊണ്ട് നിങ്ങൾ നാ എന്നൊന്നും പറയണ്ട. നൂനിന് ഫത്ഹ്, വാവ് വാവിന് സുക്കൂന്, മീമിന് തൻവീലും ഇടാം. നമ്മൾ സുക്കൂനോട് നിർത്തിയിട്ട് പറയും അല്ലേ. അങ്ങനെ 2 വട്ടം നമ്മൾ പറയും. അതിന് ശേഷം നമ്മളിവിടെ എഴുതിയതുപോലെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അക്ബർ എന്ന് പറയരുത് കേട്ടോ മക്കളെ. അക്ബർ കാഫ് ചെറിയ സൈലൻ്റ് ആയിട്ട് വരണം കേട്ടോ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിൽ അല്ലാ എന്നുള്ളത് നീട്ടാം, ഇലാഹ എന്നുള്ളത് അധികം നീട്ടാൻ പാടില്ല കേട്ടോ. ഇതിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ പറയുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കാണ്ട്. പക്ഷേ ഇതിൽ ഹയ്യാലസ്വല മുതലുള്ള മാത്രമായതുകൊണ്ടാണ് ഞാനിവിടെ മാത്രം പറഞ്ഞു തന്നെ കേട്ടോ. ഇൻഷാ അല്ലാഹ് ബാങ്കിൻ്റെ മുഴുവൻ വിശദീകരിക്കണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. വിശദീകരിച്ച് എവിടേക്ക് എങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് കൊടുക്കണം എന്നുള്ളത് ഇൻഷാ അല്ലാഹ് ഞാൻ റീപ്ലൈ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വർക്കും പൂർത്തിയായി. ഇത് നമ്മൾ നല്ല രൂപത്തിലൂടെ പൂരിപ്പിച്ച് കൊടുത്താൽ 12 മാർക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് കിട്ടും കേട്ടോ. ഇനി മക്കളെ നമ്മൾ 3ാമത്തെ വർക്കിലേക്ക് കിടക്കുകയാണ് കേട്ടോ. നമുക്കേ വിട്ട ഭാഗം ചേർക്കാനാണ്. വിട്ട ഭാഗം ചേർത്ത് കൊടുക്കാനാണ്. അതിൻ്റെ ക്രമപ്രകാരം അവിടെ നമ്പറും കൊടുത്തിരുന്നു ഓരോ കള്ളിക്കും. 1 2 3 4 അല്ലേ, കൃത്യമായിട്ട് 10 വരെ കൊടുത്തു. നിങ്ങൾ കള്ളിയിൽ കണ്ടില്ലേ, അവിടെ വിട്ട ഭാഗം മാത്രമേ നമ്മൾ ചേർത്തി കൊടുത്താൽ മതി. അതിൽ 1ാമത് മുതൽ 5ാമത് വരെയാണ് 1, 6ാമത് മുതൽ 10ാമത് വരെയാണ് 2ാമത്തെ സംഗതി കേട്ടോ. ഓക്കെ, അതിൽ 1ാമത്തത് എന്താണ്, ളുഹർ നിസ്കാരത്തിൻ്റെ നിയ്യത്താണ് അല്ലേ. നമുക്ക് പൂരിപ്പിച്ചാലോ, ഉസ്വല്ലി അതവിടെ ഉണ്ട് അല്ലേ. ഉസ്വല്ലി അതവിടെ ഉണ്ട്, അഥവാ ഞാൻ നിസ്കരിക്കുന്നു. ഇനി എന്താ വേണ്ടത്, ഫറല്ല അല്ലേ. പിന്നെ ലാദിന് ഫത്ത്, ലാ അല്ല കേട്ടോ മക്കളെ, ലാ അല്ല. അഥവാ തോയിന് പുള്ളിട്ട ലാ ഉണ്ടല്ലോ, അതല്ല, മാറരുത് കേട്ടോ. ഫറല്ല ഉസ്വല്ലി ഫറല്ല ലുഹരി എന്നുള്ളത് അവിടെ ഉണ്ട് അല്ലേ. ഉസ്വല്ലി ഞാൻ നിസ്കരിക്കുന്നു, ഫറല്ല ലുഹരി ഫറല്ലായ ലുഹർ നിസ്കാരം. ഇനി അവിടെ എന്താ ഉള്ളത്, റക്കാത്തുകളുടെ എണ്ണാണ്. എത്ര റക്കാത്താ ലുഹർ മക്കളെ, നിങ്ങളൊന്ന് പറയും. എത്ര റക്കാത്താ, 4 അല്ലേ. നിങ്ങളെല്ലാവരും 4 പറഞ്ഞില്ലേ. 4 റക്കാത്തിൻ, 4 റക്കാത്തായിട്ട് ലുഹർ എന്ന ഫർള് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു. 4 ഹംസക്ക് ഫത്ഹ്, റായിന് സുക്കൂന്, ബായിന് ഫത്ഹ്, ഐനിന് ഫത്ഹ്. അങ്ങനെ 4 എന്നുള്ളത്തെ ഐന് ഭാഗമൊക്കെ കൂട്ടി എഴുതുമ്പോൾ നിങ്ങൾ ആണ് എന്ന് കരുതരുത് കേട്ടോ. അത് ഐനാണ്. അങ്ങനെ സൂപ്പറായിട്ട് നിങ്ങളത് പൂരിപ്പിച്ച് കൊടുക്കണം. ഈ നിയ്യത്തിൻ്റെ ബാക്കി ഭാഗമൊക്കെ ഉണ്ട്, പക്ഷെ നമുക്കിത് അവിടെ പൂരിപ്പിക്കാൻ വന്നിട്ടില്ല കേട്ടോ. നമുക്ക് ഉള്ള ഭാഗം മാത്രം പൂരിപ്പിച്ചാൽ മതി. ഇനി നമുക്ക് അടുത്തത് എന്താ, അല്ലല്ല ഞാൻ പറഞ്ഞതിലൊരു പാളിച്ച പറ്റിയല്ലേ. അത് ഫുള്ള് ആ നിയ്യത്തിൻ്റെ ഭാഗം തന്നെയാണ്. ഞാൻ 6 മുതൽ 10 വരെ വേറെ സംഗതിയാണ് എന്ന് വെച്ച് പോയി. ഓക്കെ, നമുക്ക് ബാക്കി പൂരിപ്പിക്കാം അല്ലേ. മുത്തവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി, ഏഴാമത്തെ കള്ളി നോക്കിയോ, ഇലൽ ഖിബ്ലത്തി അതവിടെ കള്ളിയിലുണ്ട്. അപ്പം നമുക്ക് 6ാമത്തത് എന്തേക്കും, മുത്തവജ്ജിഹൻ, ജീമിന് ശബ്ദമാണ്. മുത്തവജ്ജിഹൻ, ഹൻ എന്നുള്ളത് തെൻവീൻ ഫത്ഹാണ്. തെൻവീൻ ഫത്ഹ് അവസാനത്തെ അക്ഷരത്തിനുണ്ടെങ്കിൽ അവിടെ അലിഫ് ഇട്ട് കൊടുക്കും. ഓക്കെ, അപ്പോൾ മുത്തവജ്ജിഹ എന്നുള്ളതിൽ ഹായിന് തെൻവീൻ ഫത്ഹ് ഇട്ടിട്ട് അലിഫും കൂടി മക്കളിട്ട് കൊടുക്കണം കേട്ടോ. മുത്തവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി. ഇനി നമുക്ക് എന്താ വേണ്ടത്, അദാ
എൻ. ഇവിടെ അവസാനത്തെ അക്ഷരത്തിന് തെൻവീൻ ഫത്ത്ഹാണ്. അപ്പോൾ അവസാനം നമ്മളൊരു അലിഫും കൂടി ഇട്ട് കൊടുക്കണം. ഇനി ലില്ലാഹി. ഇനി എന്താ വേണ്ടത്? 10ാമത്തെ കളിയിൽ തആല. തആല. ലില്ലാഹി തആല. താഇന് ഫത്ത്ഹ്, ഐനിന് ഫത്ത്ഹ്, ഫത്ത്ഹിനെ നീട്ടാനുള്ള അലിഫ്, ലാമിന് ഫത്ത്ഹ്, അവസാനം ഒരു യാഇൻ്റെ പോലെ ഒരു രൂപം ഇട്ട് കൊടുക്കുക. നമ്മൾ കൂട്ടിന്ന് വായിച്ചു നോക്കിയാലോ. ഉസ്വല്ലി. നിങ്ങളൊപ്പം വായിക്കൂലേ? ഒപ്പം നിങ്ങൾ വായിക്കൂലേ? ഉസ്വല്ലി ഫറല്ലി അർബഅ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല. ഇനി രണ്ടാമത്തത് സുബ്ഹാന റബ്ബിയ അൽ അലീം വബിഹംദിഹി. നമ്മൾ നിസ്കാരത്തിൽ റുക്കൂയിൽ 3 വട്ടം ചൊല്ലണതല്ലത് അല്ലേ? സുബ്ഹാന. ഇനി റാഇന് ഫത്ത്ഹ്, ബാഇന് ഷദ് കസ്ർ, യാഇന് ഫത്ത്ഹ്. റബ്ബിയൽ അലീം വബിഹംദിഹി. വാവിന് ഫത്ത്ഹ്, ബാഇന് കസ്ർ, വബി. ഹാഇന് ഫത്ത്ഹ്, മീമിന് സുക്കൂന്, ദാലിന് കസ്ർ, ഹാഇന് കസ്ർ. വബിഹംദിഹി. സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി. ഇത് നമ്മൾ റുക്കൂയിൽ 3 തവണ ചൊല്ലും അല്ലേ? ഇനി അടുത്ത കേട്ടോ. സമിഅ അല്ലാഹു ലിമൻ ഹമിദ. നമ്മൾ കൂട്ടിക്കാണ്ട് എങ്ങനെയാണ് പറയൽ? റുക്കൂന്ന് ഉയരുമ്പോഴല്ലേ നമ്മളിത് പറയൽ അല്ലേ? നിസ്കാരത്തിൽ റുക്കൂന്ന് എത്തിദാലിലേക്ക് ഉയരുമ്പോൾ നമ്മൾ പറയണതല്ലേ? എങ്ങനെ പറയാ? സമിഅ അല്ലാഹു ലിമൻ ഹമിദ അല്ലേ? അള്ളാഹുവിനെ സ്തുതിച്ച ആളെ അള്ളാഹു കേട്ടിരിക്കുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ അർത്ഥം. ഇതിൻ്റെ പിറകിലൊരു ചരിത്രമൊക്കെ ഉണ്ട് കേട്ടോ, അതിപ്പോൾ പറയണില്ല. ഏതായാലും നമുക്ക് പൂരിപ്പിക്കാനുള്ളത് നോക്കാം. സമിഅ അല്ലാഹു. അല്ലാഹു ഒന്നാമത്തതിൽ. രണ്ടാമത്തോടത്ത് എന്താ കൊടുക്കേണ്ടത്? ലിമൻ. ലാമിന് കസർ, മീമിന് ഫത്ത്ഹ്, നൂനിന് സുക്കൂന്. ലിമൻ ഹമിദ. ഇനി ഇതിൽ നമുക്ക് നാലാമത്തത് ഖദ് ഖാമത്തി സ്വലാത്തു അല്ലേ? നമ്മുടെ ഈ ഖാമത്തിലുള്ള വചനാണല്ലേ അത്. എന്താ നമുക്കവിടെ കൊടുക്കാമല്ലോ. ഇനി ഖദ് ഖാമത്തി അസ്വലാത്തു. നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ ഖദ് ഖാമത്തി സ്വലാത്തു എന്ന് പറയും. പക്ഷെ അത് ഹംസത്തുൽ വസ്ല എന്നിപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ ചെറിയ കുഞ്ഞുമക്കളല്ലേ. ഏതായാലും എഴുതുമ്പോൾ എന്ത് ചെയ്തു നമ്മൾ? അസ്വലാത്തു. അതാണ് ഇനി അവിടെ എഴുതാനുള്ളത്. അഥവാ അലിഫ് ലാം. അത് നമുക്ക് സ്വാദിന് ഷദ് ഫത്ത്ഹ്, ലാമിന് ഫത്ത്ഹ്, ഫത്ത്ഹിനെ നീട്ടാനുള്ള അലിഫ്, തായിന് ലൊമ്മ്. അസ്വലാത്തു. കൂട്ടി വായിക്കുമ്പോൾ നമ്മൾ ഖദ് ഖാമത്തി സ്വലാത്തു. അസ്വലാത്തു എന്ന് എഴുതുമ്പോൾ ഹംസക്ക് ഫത്ത്ഹോ ലാമിന് സുക്കൂനോ ഒന്നും ഇടരുത് കേട്ടോ. കാരണം സ്വാദ് ഷംസീയായ അക്ഷരമാണ്, അതുകൊണ്ട് ലാമിന് ഹറക്കത്തൊന്നും ഇടൂല. അതൊക്കെ ഇൻഷാ നിങ്ങൾ വലിയ ക്ലാസ്സിൽ എന്താണ് ഷംസിയ എന്നൊക്കെ പഠിച്ചോളും. ഓക്കെ, നമുക്കിനി അടുത്ത വർക്ക് മക്കളെ ഉത്തരം എഴുതാനാണ്. നമുക്കതിലേക്ക് നോക്കാം അല്ലേ? ഒന്നാമത്തെ ചോദ്യം എന്താണ്? തൊലി തമ്മിൽ തൊട്ടാൽ വുളൂ മുറിയും ആരുടെ? വലിയവരും അന്യരുമായ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ തൊട്ടാൽ വുളൂ മുറിയും. എന്നോടി പറയട്ടെ. വലിയവരും അന്യരുമായ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ തൊട്ടാൽ വുളൂ മുറിയും. ഉദാഹരണമായിട്ട് നിങ്ങൾ മദ്രസയിലൊരു 10ാം ക്ലാസ്സിലൊക്കെ എത്തി. നിങ്ങളുടെ ഒരു ആൺകുട്ടിയുടെ തൊലി ഒരു പെൺകുട്ടിയുടെ തൊലിയിലേക്ക് തട്ടിയാൽ വുളൂ മുറിയും. രണ്ടാളുടെ വുളൂ മുറിയും അല്ലേ? ഇനി രണ്ടാമത്തേത് കേട്ടോ. വുളൂഇൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു. ഇത് എപ്പോഴാണ് കരുതേണ്ടത്? വുളൂഇൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു. ഇത് എപ്പോഴാണ് കരുതേണ്ടത്? നമ്മുടെ മനസ്സിൽ എപ്പോഴാണിത് കരുതേണ്ടത്? വുളൂഇൻ്റെ തുടക്കത്തിൽ. വുളൂഇൻ്റെ
തുടക്കത്തിൽ. അതിന് ശേഷമാണ് നമ്മൾ ഔദും ബിസ്മിയൊക്കെ ചൊല്ലുക അല്ലേ, അല്ലെങ്കിൽ നമ്മൾ അതോടുകൂടെ ചൊല്ലുന്നു അല്ലേ. ഇനി മൂന്നാമത്തെ ചോദ്യം, സുജൂദിൽ 3 തവണ ചൊല്ലേണ്ട ദിക്ർ ഏതാണ്? സുബ്ഹാന സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി. സുബ്ഹാന സുബ്ഹാന റബ്ബിയ റബ്ബിയ അൽ അഅല റബ്ബിയൽ അഅല വബിഹംദിഹി. നമ്മളെ ബുക്കിലുണ്ടല്ലോ അല്ലേ ഇത്, നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. അത് അക്ഷരം തെറ്റാതെ കൃത്യമായിട്ട് അതിനൊക്കെ കൃത്യമായിട്ടിട്ട് എഴുതണം കേട്ടോ. പ്രത്യേകിച്ച് റബ്ബിയൽ അഅല, ആ ഹംസയാണ്. എന്നുള്ളത് ഐനാണ്, ഐനിന് സുക്കൂന കേട്ടോ. അഅല വബിഹംദിഹി, അവിടെ ഹ ആണ് കേട്ടോ. വബി ഹ ആണ്, വബിഹംദിഹി ബുക്കിലുണ്ടല്ലോ അല്ലേ, ഉഷാറായിട്ട് പഠിച്ചണം കേട്ടോ. ഈ നാലാമത്തതാണ് മക്കളെ, ഒരു റക്അത്ത് പൂർത്തിയാകും എപ്പോൾ? രണ്ടാമത്തെ സുജൂദിൽ നിന്ന് ഉയരലോടുകൂടി ഒരു റക്അത്ത് പൂർത്തിയാകും അല്ലേ. നമ്മൾ ഫാത്തിഹ ഓതി, സൂറത്തോതി, റുക്കൂയിലേക്ക് കടന്ന് റുക്കൂയിൽ നിന്ന് ഉയർന്ന ഇഅ്തിദാലിലേക്ക് ചെന്ന് സുജൂദ് ചെയ്ത് ജുലൂസിലേക്ക് ഇരുന്ന് വീണ്ടും സുജൂദ്, രണ്ടാമത്തെ സുജൂദ് ചെയ്ത് ആ രണ്ടാമത്തെ സുജൂദ് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് എഴുന്നേൽക്കൂല അടുത്ത റക്അത്തേക്ക്, അഥവാ രണ്ടാമത്തെ റുക്കൂ സുജൂദ് അവസാനിച്ച് ഉയരലോടുകൂടി ഒരു റക്അത്ത് പൂർത്തിയായി. ഇനി മക്കളെ നമുക്ക് ഈ 3 വീതം എഴുതാനാണ് കേട്ടോ. സുജൂദിൽ വെക്കേണ്ട അവയവങ്ങൾ ഏതൊക്കെ അല്ലേ? നമ്മൾ സുജൂദ് ചെയ്യുമ്പോൾ ഏതൊക്കെ അവയവങ്ങളാണ് നിലത്ത് വെക്കേണ്ടത്? ഒന്ന് നമുക്ക് നെറ്റി എന്ന് എഴുതാം അല്ലേ, നമ്മുടെ നെറ്റി നിലത്ത് വെക്കണം. പിന്നെന്താ, നേരെ താഴത്തേക്ക് വരുമ്പോൾ നമ്മുടെ മുൻകൈയിൻ്റെ 2 പള്ളകൾ അല്ലേ, അതോടുകൂടി 3 ആയി. എന്നാലും നമുക്ക് ബാക്കിയുള്ള കൂടി പറഞ്ഞാലോ. അതുപോലെ 2 കാലിൻ്റെ മുട്ടുകൾ, കാൽമുട്ടുകൾ, അതുപോലെ 2 കാൽ വിരലിൻ്റെയും പള്ളകൾ അല്ലേ. ഇതിൽ നമ്മൾ 3 പറയുമ്പോൾ തന്നെ 6 ഒന്നെന്താ, 2 കൈകളുടെ പള്ള, 2 മുൻകൈയിൻ്റെ പള്ള നിലത്ത് വെക്കണം. നമ്മൾ സുജൂദ് ചെയ്യണ ആലോചിച്ചാൽ തന്നെ കിട്ടും ഉത്തരം, പഠിക്കണമെന്നൊന്നുമില്ല അല്ലേ. 2 മുൻകൈയിൻ്റെ പള്ള നമ്മൾ നിലത്ത് വെക്കും. പിന്നെ നമ്മൾ എങ്ങനെ ബാലൻസ് കൊടുക്കുന്നത്? നമ്മുടെ കാലിൻ്റെ മുട്ടും വര. അപ്പോൾ 2 കാലിൻ്റെയും മുട്ട് നിലത്ത് വെക്കണം. പിന്നെ നമ്മുടെ കാലിൻ്റെ വിരലുകൾ, ഇതിലെ വിരലുകളുടെ ആ പള്ള ഉണ്ടല്ലോ, പള്ള എന്നാൽ വെള്ള ഭാഗം, നമ്മൾ മടക്കി വെക്കുമ്പോഴുള്ള വെള്ള ഭാഗം, അത് നിലത്ത് തട്ടണം. അത് നമ്മൾ നീട്ടിയിടാൻ പാടില്ല, അപ്പോൾ നമ്മുടെ നിസ്കാരം തെറ്റിപ്പോവും. ആ വിരലുകളുടെ പള്ള നിലത്ത് തട്ടണം. അപ്പോൾ എത്രണ്ണായി? 7 അതല്ല, നമ്മൾ 3 എഴുതിയാൽ മതി കേട്ടോ. ഇനി മക്കളെ നമുക്ക് രണ്ടാമത്തത് തുമഇനീനത്ത് നിർബന്ധമായ സ്ഥലങ്ങൾ, അഥവാ നമ്മുടെ അനക്കം നിൽക്കൽ നിർബന്ധമായ സ്ഥലങ്ങൾ ഏതൊക്കെ? ഒന്ന് നമുക്ക് റുക്കൂ എന്ന് എഴുതാം അല്ലേ. നമ്മൾ സൂറത്തൊക്കെ ഓതി റുക്കൂയിലേക്ക് ചെന്നാൽ അല്ലേ, നമ്മൾ അതേപോലെ തൊട്ടാവാടി കാറ്റത്ത് ആടണമാതിരി ആടാൻ പറ്റുമോ? പറ്റൂല. നമ്മളവിടെ ഒന്ന് നിൽക്കണം. നിന്നിട്ട് ആണ് നമ്മൾ ഉയരേണ്ടത്. എങ്ങോട്ട് ഉയരുക? ഇഅ്തിദാലിലേക്ക്. ഇഅ്തിദാലിലും നമ്മളൊന്ന് അനക്കടങ്ങി നിൽക്കണം. അപ്പോൾ രണ്ടാമത്തെ സ്ഥലം ഏത്? നമുക്ക് എഴുതാം ഇഅ്തിദാല് എന്ന് എഴുതാം അല്ലേ. അവിടെ നമ്മളൊന്ന് നിൽക്കണം. അല്ല അവിടേക്ക് എത്തിയില്ല. ചില ബസ് സ്റ്റാൻഡിലേക്ക് കയറിയില്ല എന്നുള്ള പോലെ നമ്മൾ പാടില്ല. ഇഅ്തിദാലിൽ നമ്മൾ കറക്റ്റ് നിൽക്കണം കേട്ടോ. എന്നിട്ട് നേരെ നമ്മൾ സുജൂദിലേക്ക് പോകും. സുജൂദിലും നമ്മൾ അടങ്ങി നിൽക്കണം. എന്നിട്ട് നമ്മൾ നേരെ ഉയർന്നുകൊണ്ട് ഇരിക്കും. ആ ഇരുത്തത്തിന് നമ്മൾ ജുലൂസ് എന്ന് പറയും അല്ലേ. അൽ ജുലൂസു ബൈന സജിദത്തൈനി എന്ന് പറയും. അഥവാ 2 സുജൂദിൻ്റെ ഇടയിൽ നമ്മളൊന്ന് ഇങ്ങനെ ഇരിക്കും. അവിടെ നമ്മളൊന്ന് അടങ്ങിയിരിക്കണം അല്ലേ. അപ്പോൾ നമുക്കിത് സുഖമാണ്. അഥവാ തുമഇനീനത്ത് കിട്ടേണ്ട സ്ഥലങ്ങൾ കൃത്യമായിട്ട് ഏതാ? റുക്കൂ കണ്ടുള്ള ഇഅ്തിദാൽ കണ്ടുള്ള സുജൂദ് കണ്ടുള്ള ഇരുത്തം ജുലൂസ്. ഇതാണ് ക്രമത്തിൽ 4 സ്ഥലങ്ങൾ. ഈ 4 സ്ഥലങ്ങളിലാണ് നമുക്ക് തുമഇനീനത്ത് വേണ്ടത്. അതിൽ 3 സ്ഥലങ്ങൾ മക്കൾ ഇവിടെ എഴുതി കൊടുത്താൽ മതി. ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ല മാർക്കോടെ വിജയിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടിയില്ലേ അല്ലേ. അപ്പോൾ ഇത് പ്രകാരം ഇതിലുള്ള ബാക്കിയുള്ള കാര്യങ്ങളും കൂടി നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് ചെയ്താൽ ഇൻഷാ അല്ലാഹ് ഫുൾ മാർക്ക് കിട്ടും. നിങ്ങൾക്ക് ഏതാണ് ഞാൻ അടുത്ത പേപ്പർ വേണ്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്തോളി. അല്ലാഹു ഒരു ലോകത്തും സ്വീകരിക്കുന്ന അമലാക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.